ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് എടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 തിരുവെഴുത്താണ്. വചനം ഇപ്രകാരമാണ്: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കർത്താവ് ഇവിടെ കണ്ണിൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. കണ്ണിൻ്റെ ദൗത്യം സ്വർഗത്തിലെ നിക്ഷേപം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ നിക്ഷേപം കണ്ടെത്താനായിട്ട് കണ്ണ് നമ്മളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം രാജാവാണ് കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രപഞ്ചവും അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുകയാണ്. അപ്പം ഇന്ദ്രിയങ്ങളുടെ എല്ലാം രാജാവായി കണ്ണ് നിൽക്കുകയാണ്. കാതിലൂടെ വരേണ്ട കാര്യമാണെങ്കിലും അധരത്തിലൂടെയുള്ള കാര്യമാണെങ്കിലും കണ്ണ് അത് വല്ലാത്ത രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഞാൻ ഓർക്കുക, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയും ധ്യാനമുണ്ടല്ലോ. ആൾക്കാർ ധ്യാനിക്കാനായിട്ട് വരും. ഈ കഴിഞ്ഞ ആഴ്ച നന്നായി പാടുന്ന ഒരു പാട്ടുകാരൻ അവിടെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഊട്ടുശാലയിലേക്ക് കയറി ചെന്നു. അപ്പം ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇത് കണ്ടില്ലേ, എന്നോ നല്ല രുചിയാണെന്നറിയാവോ ഈ ചിക്കൻ കറിക്ക്? പറയാ, സിസ്റ്ററെ കണ്ടില്ലേ, ഈ ചിക്കൻ കറിക്ക് എന്ന രുചിയാണെന്ന് അറിയാവോ? വാസ്തവത്തിൽ രുചി നമ്മൾ നാവിലാണ് അനുഭവിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയാം, സിസ്റ്റർ കണ്ടില്ലേ, കണ്ണ് ആ നാവിൻ്റെ ഉപയോഗത്തിലേക്ക് കണ്ണിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സിസ്റ്റർ കണ്ടില്ലേ, എന്നാ നല്ല രുചിയാണെന്നോ ഈ ചിക്കൻ കറിക്ക്? അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം കണ്ണിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണിലൂടെ എല്ലാ കാര്യങ്ങളും മറ്റ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരേണ്ട കാര്യങ്ങൾ പോലും കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത്. കർത്താവ് പറയുക, കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിക്കും, നിൻ്റെ ആത്മാവ് മുഴുവനും പ്രകാശിക്കും. കണ്ണ് തിന്മ നിറഞ്ഞതാണെങ്കിൽ, കുറ്റം നിറഞ്ഞതാണെങ്കിലോ ശരീരം മുഴുവനും ആത്മാവ് മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോകും എന്ന് കർത്താവ് പറയുകയാണ്. ഈ കഴിഞ്ഞ നാളിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി. ആ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ അവിടെ പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ധ്യാനമായിരുന്നു. അതിനോടനുബന്ധിച്ച് അവിടെ വലിയ ഗാനമേള നടക്കുകയാണ്. ഞങ്ങളുടെ ധ്യാനം തീരുന്നതിൻ്റെ തലേ ദിവസം ഒരു ഗാനമേള അവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗാനമേളയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ടീമും കൂടെ അവിടെ ഏറ്റവും ഫ്രണ്ട് നിരയിലായിട്ട് പോയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് പുറകിൽ സിസ്റ്റർമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ആത്മായ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു പെൺകുട്ടി പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിലിരുന്ന സിസ്റ്റർ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, കണ്ടോ കണ്ടോ എത്ര മനോഹരമായിട്ടാണ് പാടുന്നേ, കണ്ടോ കണ്ടോ എത്ര മനോഹരമായിട്ടാണ് പാടുന്നേ. വാസ്തവത്തിൽ അത് ചോദിക്കേണ്ടത്, കേട്ടോ കേട്ടോ എത്ര മനോഹരമായിട്ടാണ് അത് പാടുന്നതെന്ന്. പക്ഷേ അവിടെയും കണ്ണിനെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഈ തിരുവചന ഭാഗം പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായ രീതിയിൽ കർത്താവ് പറയാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഒരുവൻ്റെ കണ്ണ് നല്ലതാണെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ, സ്വർഗരാജ്യത്തിലെ നിധി കണ്ടെത്താൻ ഈ കണ്ണിന് നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് തിരുവചനം പറയുകയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരുപാട് ദുരാശകളും ഉത്ഭവിക്കുന്നത് കണ്ണിലൂടെയാണെന്നാണ് പറയുന്നത്. അൽഫോൻസ് ലിഗോരി പറയുന്നത് ദുരാശകളെല്ലാം ഉത്ഭവിക്കുന്നത്, തുടക്കം കുറിക്കുന്നത് കണ്ണിലൂടെയാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം നമ്മളിവിടെ വായിച്ചെത്തുന്നുണ്ട്. ദാവീദ് സായാഹ്നം വരെ കിടന്ന് ഉറങ്ങിയിട്ട് അവൻ എഴുന്നേറ്റ്
ഉലാത്തുന്ന സമയത്ത് ബത്ശബ കുളിക്കുന്നത് അവൻ കണ്ടു. കുളിക്കുന്നത് ദാവീദ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ട് വന്നു. കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞതെയോ അവളെ പ്രാപിച്ചു. സഹോദരന്മാരെ, കണ്ണ് കുറ്റമറ്റതായിരിക്കണമെന്ന് നമ്മളെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ, കണ്ണിലൂടെയാണ് ഒരുപാട് ദുരാശകൾ നമ്മളിലേക്ക് വരുന്നത് എന്ന് വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, കണ്ണ് കണ്ട് സന്തോഷിക്കുന്നു. സന്തോഷം അനുഭവത്തിലേക്ക് വരുന്നു. അനുഭവം സന്തോഷത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓർത്ത് നോക്കിക്കേ, കണ്ണിലൂടെ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നന്മകളും തിന്മകളും ഒരുപാടാണ്. വാസ്തവത്തിൽ ദാവീദ് അവിടെ പാപം ചെയ്യുവാനായിട്ട് ആദ്യം ഉപയോഗിച്ച് ദാവീദ് കണ്ടു എന്നുള്ളതാണ്. കണ്ണിൻ്റെ ആ കാഴ്ച അത് നല്ല രീതിയിലായിരുന്നില്ല. നല്ല രീതിയിലായിരുന്നെങ്കിൽ അപ്രകാരമുള്ള ഒരു പാപത്തിലേക്ക് ഒരിക്കലും പോകുമായിരുന്നില്ല. നമ്മളുടെ ഒക്കെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് തന്ന ഈ കണ്ണുകൊണ്ട് സ്വർഗീയ നിക്ഷേപങ്ങൾ കാണാനായിട്ട് പലപ്പോഴും സാധിക്കാതെ വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, കുർബാനയ്ക്ക് പോലും വന്ന് സമാധാനമായിട്ട് കൈകൂട്ടിപ്പിടിച്ച് കണ്ണടച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ണടയ്ക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കണ്ട കാര്യങ്ങളെല്ലാമാണ് ഓടി വരുന്നത്, അല്ലേ? കണ്ണും കൊണ്ട് അശ്ലീലമായ കാര്യങ്ങളുടെ എല്ലാം ഫോട്ടോ എടുത്ത് അത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് സമയാസമയങ്ങളിൽ അവ പുറത്തേക്ക് കടന്നു വരുന്നു. ഈ സഹോദരൻ പറഞ്ഞു, വിശുദ്ധ കുർബാന പോലും നല്ല രീതിയിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്തേ സാധിക്കാത്തത്? ഈ കണ്ണും കൊണ്ട് അശ്ലീലമായതെല്ലാം കണ്ട് അനുഭവിച്ച് സന്തോഷിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ വസിക്കുന്ന ഈ മകനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് ദുഷിച്ചതാണ്. ദുഷിച്ചത് കൊണ്ട് എന്തേ? ദൈവരാജ്യത്തിൻ്റെ മഹത്വം കാണാനും അനുഭവിക്കാനും ഈ വ്യക്തിക്ക് സാധിക്കാതെ വരുന്നു. പ്രിയ സഹോദരന്മാരെ, കർത്താവ് നമുക്ക് തന്ന ഈ കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ പ്രകാശമാണ് എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ കണ്ണിലൂടെ കടന്നു വരുന്ന തിന്മകളും പാവങ്ങളും അതിനോട് ചേർന്ന് വരുന്ന പ്രവൃത്തികളും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ റെഡിയാകണം. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 118 അധ്യായം 37 തിരുവെഴുത്ത് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്: വ്യർത്ഥമായവ കാണാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ തിരിക്കണമേ. വ്യർത്ഥമായവ കാണാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ തിരിക്കണമേ. ഒരു സഹോദരൻ പറഞ്ഞ ഒരു അനുഭവം ഓർത്തു പോകുക. ആ സഹോദരന് സ്മാർട്ട് ഫോണൊന്നും കയ്യിലില്ല. ഒരു സാധാരണ ഒരു കുഞ്ഞു ഫോണാണ് കയ്യിലുള്ളത്. ഈ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ടൗണിലേക്ക് ഇറങ്ങിയാൽ എൻ്റെ കണ്ണുകൾ മുഴുവനും സിനിമയുടെ പോസ്റ്റുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അതിൻ്റെ എല്ലാ ചിത്രങ്ങളും ഞാൻ എൻ്റെ കണ്ണിലൂടെ മുഴുവൻ നിറച്ച് എൻ്റെ ഭാവനയിലേക്ക് കൊണ്ടുവന്ന്, ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന്, പിന്നെ അത് വെച്ചാണ് എൻ്റെ ജീവിതം എന്ന്. പ്രിയ സഹോദരങ്ങളെ, തിരുവചനം പറയുകയാണ്, വ്യർത്ഥമായവ കാണാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ നീ തിരിക്കണമേ. വ്യർത്ഥമായവ കാണാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ തിരിക്കണമേ. കണ്ടു മറഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ഓർമ്മയിലേക്ക് വരികയാണ്. അതാണ് കണ്ണിൻ്റെ ദുരാശ എന്ന് കർത്താവ് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 13 തിരുവെഴുത്ത്: അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? വചനം ചോദിക്കുക. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണ്. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അപ്പം എത്ര കണ്ടാലും കൊതി തീരാത്ത ഒന്ന് കണ്ണ്. ധ്യാനകേന്ദ്രത്തിലേക്കൊക്കെ മനുഷ്യർ ധ്യാനിക്കാനായിട്ട് കടന്നു വരുമ്പം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അധികം മനുഷ്യർക്ക് ഒന്ന് ശാന്തമായി കണ്ണടയ്ക്കാൻ പോലും പറ്റിയില്ല. ഒന്ന് കണ്ണടച്ച് തമ്പുരാനിലേക്ക് ഹൃദയമാകുന്ന കണ്ണെന്ന് തുറക്കാനായിട്ട് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം കൊതിയുള്ളതെല്ലാം കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ആസക്തികൾ കൊണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ ഉള്ളിലുള്ള ദൈവത്തെ ഒന്ന് കണ്ണടച്ച് കാണാനുള്ള ആ ഒരു അഭിഷേകം അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 3 അധ്യായത്തിൻ്റെ 51 തിരുവെഴുത്ത് വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എൻ്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കി. എൻ്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി
എൻ്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കി. പാപകരമായ പ്രവൃത്തികൾ ശരീരത്തിൻ്റെ ലെവലിൽ കാണിച്ചു കൊണ്ട് നടക്കുന്നവർ അന്നും ഇന്നുമുണ്ട്. മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ധരിക്കാതെ ശരീരത്തെ ഇങ്ങനെ ലോകത്തിന് മുൻപിൽ വെച്ചു നീട്ടിക്കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ നോക്കുന്ന മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് കയറി ചെല്ലാൻ കണ്ണിൻ്റെ ഈ ഉപയോഗം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്: കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കണ്ണ് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ്. എത്ര കണ്ടില്ലെന്ന് വെച്ച് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും, എത്ര മറ്റുള്ളവർ കാണുകയില്ലെന്ന് വിചാരിച്ച് രഹസ്യാത്മകതയിൽ കാര്യങ്ങൾ നീക്കിയാലും, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കർത്താവിൻ്റെ കണ്ണ് സൂര്യൻ്റെ പ്രകാശത്തേക്കാൾ 10,000 മടങ്ങ് പ്രകാശത്തോടുകൂടെ നിൻ്റെ എല്ലാ ചെയ്തികളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ക്യാമറയിൽ നിൻ്റെ എല്ലാ പ്രവൃത്തികളെയും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് തന്ന ഈ കണ്ണ് പരിശുദ്ധമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവനിൽ ക്രിസ്തുവിനെ കാണാനുള്ള ഭാഗ്യം. നമ്മുടെ കണ്ണ് പാപവും മ്ലേച്ഛതയും ജഡികതയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, അങ്ങനെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൊണ്ട് നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ ആസക്തിയോടുകൂടെ മാത്രമേ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലർ പറയാറില്ലേ, ഓ എന്തൊരു സൈസ് നോട്ടം, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു സൈസ് നോട്ടം, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. കണ്ണിൽ നിറയാത്ത വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അസാധ്യമാണ്. തിരുവചനത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലൂടെയും നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവെഴുത്തുകളിൽ യേശു നടന്നു പോകുന്നതിനിടയിൽ ഒരു കുരുടനെ കാണുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്ന കർത്താവ് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുരുടനെ കാണുകയാണ്. കുരുടന് കർത്താവിനെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ കർത്താവിന് കുരുടനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ആന്തരികമായ നേത്രങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും കണ്ണുകൾക്ക് സൗഖ്യം കിട്ടേണ്ട അനേകരുടെ പ്രതിനിധിയായിട്ട് ഈ കുരുടൻ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു സെക്കൻഡ് നേരത്തേന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെടട്ടെ, ഒരു സെക്കൻഡ് നേരത്തേന് കണ്ണിൻ്റെ കാഴ്ച അങ്ങ് മങ്ങട്ടെ, അപ്പോൾ നമുക്ക് എന്തോരു വിഷമമാണെന്നും പ്രയാസമാണെന്നും അറിയുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് തന്ന കണ്ണ് അവരുടെ ദുഃഖം കാണാനായിട്ടുള്ള കണ്ണാണ്. അവരുടെ ആന്തരികമായിട്ടുള്ള വേദനകൾ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കണ്ണാണ്. അവരുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു കണ്ണാണ്. ഒരു സഹോദരി പറഞ്ഞത് ഓർക്കുന്നു. തൊട്ട് അയൽവക്കത്തെ വീടാണ്, നല്ല വലിയ വാർക്ക വീടാണ്. ഭർത്താവിന് ജോലിയുണ്ട്, പക്ഷേ കുറേ കാലമായിട്ട് ആ ജോലിയെല്ലാം പോയി ഭർത്താവ് വീട്ടിൽ വന്നിരിക്കുക. 3 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യ ജോലിക്കൊന്നും പോകുന്നില്ല. അവർക്ക് 5 സെൻറ്റ് സ്ഥലവും ഈ ഒരു വാർക്ക വീടും മാത്രമേ ഉള്ളൂ. ആ കുടുംബം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഈ അയൽവക്കത്ത് വസിക്കുന്ന ഈ സഹോദരി ഒരു ദിവസം അത് മനസ്സിലാക്കി. ഇവൾ പറഞ്ഞൊന്നുമില്ല, ഇനി വീട്ടിൽ അരിയില്ല, കറി വെക്കാൻ സാധനങ്ങളില്ല എന്ന് ഷെയർ ഒന്നുമില്ല. പക്ഷേ അത് മനസ്സിലാക്കി ഈ സഹോദരി എന്നാ ചെയ്തു, കുറേ സാധനങ്ങളും കുറച്ച് പൈസയൊക്കെ ആയിട്ട് ഈ അടുത്ത വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, ഒന്നും എന്നോട് പറയണ്ട, ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, ഇതിനാവശ്യം വരും. അപ്പോഴത്തേനും ഈ സഹോദരി ഈ കൂട്ടുകാരത്തെ കെട്ടിപ്പിടിച്ച് ഒച്ചത്തിൽ കരഞ്ഞെന്നാണ് പറഞ്ഞത്. ആരോടും പറയാത്ത എൻ്റെ ഈ വേദനയെ നീ കണ്ടല്ലോ, എൻ്റെ ഈ വേദനയെ നീ കണ്ടല്ലോ. സഹോദരങ്ങളെ, അവരുടെ വേദന കാണാൻ ദൈവം നമുക്ക് തന്ന കണ്ണുപയോഗിച്ച് അവരുടെ
കണ്ണിൻ്റെ വേദന, ഹൃദയത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. രോഗാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ നമ്മളും കണ്ട് അനുഭവിച്ച് അവരെ താങ്ങാനായിട്ട് ഒരു കൃപ നമ്മൾ കിട്ടുകയാണെങ്കിൽ കർത്താവ് പറയും, നിൻ്റെ കണ്ണ് പ്രകാശമുള്ളതായതുകൊണ്ട്, നിൻ്റെ കണ്ണ് പ്രകാശമുള്ളതായതുകൊണ്ട് നിൻ്റെ പ്രവൃത്തികളും അതുപോലെ തന്നെ പ്രകാശിതമായിരിക്കും. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിൽ 2 അന്ധന്മാരെ നമ്മളിവിടെ കാണുന്നുണ്ട്. 2 പേരെ നമ്മൾ ഒരുമിച്ച് അവിടെ കാണുകയാണ്. ഇവരുടെ കണ്ണിന് കാഴ്ചയില്ല. അവരും ഇതുപോലെ തന്നെ കുരുടനെ പോലെ തന്നെ വിളിച്ച് അപേക്ഷിച്ചു, ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഒന്ന് തൊടണം. അവരുടെ ബാഹ്യമായ കണ്ണിനെ മാത്രമല്ല കർത്താവ് തൊട്ടത്, അവരുടെ ആന്തരികമായ നേത്രങ്ങളെ കർത്താവ് തൊട്ടു. ആന്തരികമായ നേത്രത്തെ കർത്താവ് തൊട്ടു കഴിഞ്ഞപ്പോൾ അവരൊരു പുതിയ പ്രവൃത്തിയിലേക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവർ കർത്താവിനെ അനുഗമിച്ചു. അവർ കർത്താവിനെ അനുഗമിച്ചു. കർത്താവ് തരുന്ന പുതിയ കാഴ്ചകൾ ഉപയോഗിച്ച്, കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയ അനുധാവനത്തിലേക്ക് വരാൻ കർത്താവ് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം, കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം തരണം, ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച തരണം. സാവൂള് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സാവൂൾ പൗലോസായി മാറിയ രംഗം നമ്മൾ കാണുന്നുണ്ട്. സാവൂളിൻ്റെ കണ്ണിൽ അന്ന് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്ത്യാനികളെ വകവരുത്തുക എന്നുള്ള ഒറ്റ കാര്യം. അതുമാത്രം അവൻ്റെ കണ്ണിൽ നിറഞ്ഞിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ ദിവ്യമായ സ്പർശം സാവൂളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴോ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച വേറൊരു ലെവലിലേക്ക് യേശു ക്രിസ്തു തുറന്നു കൊടുത്തു. പിന്നീട് അങ്ങോട്ടേക്ക് അവൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ കാഴ്ചകൾ അനേകർക്ക് വാരി വിതറാനായിട്ടുള്ള പൗലോസ് ലീഹായുടെ തീക്ഷ്ണതയാണ് തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 39-ാം തിരുവെഴുത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കുഞ്ഞു കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കി നമ്മൾ പലരും പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, എന്തൊരു തിളക്കമാ ആ കണ്ണിന്, എന്തൊരു വിശുദ്ധിയാ ആ കണ്ണിന്, എന്തൊരു ശോഭയാ ആ കണ്ണിന്. പ്രിയപ്പെട്ടവരെ, വചനം പറയുക, തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം നമുക്ക് തന്ന ഈ കൊച്ചു അവയവം, ഈ കണ്ണ്, അത് തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ തിളക്കത്തിലൂടെ അനേകരെ കർത്താവിനെങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ളതാണ്. അത് മോശമായി പോയാലത്തെ അവസ്ഥയോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്ന് എടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്ന് എടുത്ത് എറിഞ്ഞു കളയുക. കണ്ണ് നിനക്കത് നല്ല പ്രേരണയല്ല തരുന്നത്, ദുഷ്പ്രേരണയാണ് നിനക്ക് തരുന്നതെങ്കിൽ കർത്താവ് പറയുന്നത്, നീ 2 കണ്ണോടും കൂടെ നരകാഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം ദുഷ്പ്രേരണയ്ക്ക് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകളിലൂടെ എല്ലാം നല്ലത് കാണാനായിട്ട് നമുക്ക് സാധിക്കണം, നല്ലത് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, മറ്റുള്ളവരെ വിശുദ്ധരായി കാണാൻ സാധിക്കുകയില്ല. ഏതു മനുഷ്യനെ കണ്ടാലും ആ മനുഷ്യനിൽ അവൻ്റെ ജഡുകതയെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ പരിശുദ്ധമായ ഒരു കണ്ണോടുകൂടെ അവൻ്റെ ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് സാധിക്കില്ല. ചില മനുഷ്യർ എന്ത് നോക്കിയാലും അവിടെ അവർ അതിനകത്ത് ഒരു തിന്മ നോക്കി വെച്ചുകൊണ്ടിരിക്കുക. നാളെ ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാനാണ്, കണ്ണിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാനാണ്. അതുകൊണ്ട് സിസ്റ്ററെ, തിരുരക്തം കൊണ്ട് എൻ്റെ കണ്ണിനെ ഒന്ന് കഴുകി
വെടിപ്പാക്കി ഈ ദിവസങ്ങളിൽ കർത്താവിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരൻ പറഞ്ഞ് പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ഓർക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവെഴുത്ത്, നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. വചനം പറയുക, നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. എന്ന് വെച്ചാൽ നീചമായ ഒന്നിലും നമ്മുടെ കണ്ണ് ഉടക്കരുത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുക. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ, അവിടുത്തെ കാണാൻ, അവിടുത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 22:12, കർത്താവിൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനം നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. വിശ്വാസത്തിൻ്റെ ഒരു കണ്ണ് നമുക്കുണ്ടാകട്ടെ. അവരെ കാണുമ്പോൾ പ്രതീക്ഷയുടെ ഒരു കണ്ണ്, പ്രത്യാശയുടെ ഒരു കണ്ണ്, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാനുള്ള നല്ലൊരു കണ്ണ്, കർത്താവിൻ്റെ ഒരു നോട്ടം പത്രോസിനെ കരയിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുക. കർത്താവിൻ്റെ ഒരു നോട്ടം. കർത്താവ് നോക്കിയപ്പോൾ പത്രോസ് എന്തി കരഞ്ഞു അല്ലേ? കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ ഉപേക്ഷിക്കും. ഒരൊറ്റ നോട്ടം കർത്താവ് നോക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. പരിശുദ്ധമായി ജീവിക്കുവാൻ നമ്മളെ സാധിക്കട്ടെ. അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിൽക്കുന്നതായി കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ദൈവം നമുക്ക് തന്ന കണ്ണ്, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവ് അവരുടെ മേൽ വന്നു നിൽക്കുന്ന അവർ കണ്ടു. അവരുടെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ ആ ലെവലിലായിരുന്നു. അവിടെ നമ്മുടെയൊക്കെ ദൈവം തന്നിരിക്കുന്ന കാഴ്ചകളും ഈ ഒരു ലെവലിൽ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന മനോഹരമായ ഞങ്ങളുടെ നയനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും വിശുദ്ധവും ശ്രേഷ്ഠവുമായ രീതിയിൽ ഞങ്ങൾക്ക് തന്ന ഈ കുഞ്ഞ് അവയവത്തെ കാത്തു സൂക്ഷിക്കാനും അവരൻ്റെ കണ്ണീരൊപ്പാനും സ്വർഗീയ മഹത്വം ദർശിക്കുവാനും ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം അരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.